എന്റെ പേര് ബില്ല ബില്ല ബിൽഡർ. കീക്കോയും സൂപ്പർ സ്പീഡോയും എന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? ഇനി തട്ടിയെറിഞ്ഞ് അമ്മാനമാടുമ്പോൾ നിങ്ങൾ രണ്ടാളും കരഞ്ഞ് നിലവിളിക്കും. അത് നമുക്ക് കാണാം. കുട്ടികളെ, ആൺകുട്ടികളും പെൺകുട്ടികളും, കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കുട്ടി കുറുമ്പന്മാരെ, ഞാൻ ഇന്ന് സൺസിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി പുത്തൻ പുതിയ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് കൾച്ചറൽ ആൻഡ് സ്പോർട്സ് സെന്റർ ഗിഫ്റ്റായി നൽകാൻ പോകുന്നു. അതിൽ പെയിന്റിംഗ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ഉണ്ട്. നിങ്ങളോട് എനിക്കൊരു രഹസ്യവും പറയാനുണ്ട്. സ്പോർട്സിൽ പൊതുവെ നിങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും അല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഇൻവെൻഷൻ ചെയ്തത് ഈ ഞാനാണ്. അതെ, എന്തെങ്കിലും ഞാൻ കള്ളം പറയുവാണെങ്കിൽ കളർഫുൾ ആയ പക്ഷി വന്ന് എന്നെ കടിക്കുന്നതായിരിക്കും. മമ്മി, മേസർ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായില്ലേ? ശരി ശരി, വരൂ, നമുക്കത് ഉദ്ഘാടനം ചെയ്യാം. താങ്ക് യു മേയർ അങ്കിൾ. എന്ത് രസമുള്ള കാര്യമല്ലേ? നമ്മുടെ സൺസിറ്റിയിൽ കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് ആൻഡ് കൾച്ചറൽസ് റെഡി ആയി കഴിഞ്ഞു. അതെ കിക്കു, പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിന് 2 വേർഡ്സിൽ പറയുകയാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ. എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ എക്സ്ട്രാ ചീസ് ഒന്ന് കഴിച്ചോട്ടെ. കള്ളന്മാർ എന്നും എനിക്ക് വെറുപ്പാണ്, പക്ഷെ അവർ കണ്ടുപിടിക്കേണ്ട കാര്യം ഉറപ്പാണ്. ഏത് കേസായാലും ഞാൻ ഫടാഫറ്റ് സോൾവ് ചെയ്യും. ഞാനാണ് ഡിറ്റക്റ്റീവ് ചട്ട്പാട്. എന്റെ പൊന്ന് ജഡ്പട്ട് സാറേ, ഒന്ന് നിർത്തൂ. എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് പറ. പഴയതും പുതിയതും ജീവിതത്തിൽ മാറി മാറി വരും. അവരെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ പുതിയതൊരിക്കലും പഴയതിന്റെ തമ്പിയല്ല, മച്ചമ്പിയാണ്. സാരിപ്പ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വരൂ, നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കഴിക്കാം. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടെ അപകടമൊന്നും കാണുന്നില്ലല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് സിമെന്റ് കൊണ്ട് ഞാൻ പുതിയൊരു സിറ്റി നിർമ്മിക്കും. എന്നിട്ട് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കും. എന്റെ പേര് ബില്ല ബില്ല ബിൽഡർ. സൺ സിറ്റിയിലെ ജനങ്ങൾ എന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കും. ഗുഡ് മോർണിംഗ് ബിൽഡർ ബില്ല. നിങ്ങൾ ഇങ്ങനെ ഗേറ്റ് പൊട്ടിച്ചത്, എല്ലാവരോടും ഇങ്ങനെ റൂഡായി സംസാരിച്ചത്, അത് വെരി വെരി റോങ് ആണ്. ഇനി ഒരു റോങ്ങും കൂടി ഞാൻ ചെയ്യാനുണ്ട്. സൺ സിറ്റിയെ നശിപ്പിക്കും. അവിടെ ഒരു ബില്ല ബിൽഡർ സിറ്റി നിർമ്മിക്കും. കട്ടിപ്പട്ടി, നിങ്ങളും ചിരിക്കൂ. ചിരിക്ക് ചിരിക്ക്. എടോ മുട്ടത്തലിയ മണ്ടച്ചേരി മണ്ണുണ്ണി, വേഗം ഇവിടുന്ന് സ്ഥലം വിട, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടിനെ ജയിലിലാക്കും, പറഞ്ഞേക്കാം. എന്റെ ഈശ്വര, വരൂ കട്ടി പട്ടി, ഈ ബിൽഡിങ്ങിനെ തവിട് പൊടിയാക്കാം. ഈ മൊട്ടത്തലേന് ഈ സ്ഥലം മൊത്തം തകർത്ത് തരിപ്പണമാക്കുമെന്ന തോന്നുന്നു. മമ്മി, വേഗം അതിവേഗം R7 നിന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, ബില്ല ബിൽഡർ നമ്മുടെ ഈ കൾച്ചറൽ സെന്റർ തകർക്കാൻ ശ്രമിക്കുകയാണ്. അയാളെ തടഞ്ഞു നിർത്തണം. ഓക്കേ ബഡി. എന്റെ പേര് ബില്ല ബില്ല ബിൽഡർ. സൺ സിറ്റിയിലെ ജനങ്ങൾ എന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കും. ഡ്യൂപ്ലിക്കേറ്റ് സിമെന്റ് കൊണ്ട് ഞാൻ ഒരു സിറ്റി നിർമ്മിക്കും. എന്നിട്ട് ഒരുപാട് കാശുണ്ടാക്കും.
ഇവനിപ്പോ കളിക്കുന്നത് ബൗളിംഗ് ആണോ ഫുട്ബോൾ ആണോ? ഒരൊറ്റ തട്ടിൽ എഞ്ചിന് കേടുവരുത്തി. സൂപ്പർ സ്പീഡോയോടാണോ കളി? എങ്കിൽ നിന്നാ പിടിച്ചോ. ആ ബുൾഡോസറിന്റെ ബോഡി വളരെ സ്ട്രോങ് ആണ് സൂപ്പർ സ്പീഡോ. ആ മെഷീൻസ് വളരെ ക്വിക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ മെറ്റലിനെ വെച്ച് വേണം പ്രവർത്തിക്കാൻ. ഫോർമുല നമ്പർ 185 അപ്ലൈ ചെയ്യും. ഓക്കേ ബഡി കിക്കോ, ആക്ടിവേറ്റിംഗ് മാഗ്നറ്റിക് റേസ്. ഞങ്ങളുടെ മെഷീൻ സ്പെഷ്യൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ് കുട്ടികളെ. ഇതിൽ മാഗ്നറ്റിന്റെ എഫക്റ്റ് ഒന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങൾ ഇപ്പൊ എന്റെ ബുൾഡോസറിന്റെ പവർ കാണാൻ പോവാ. വരൂ വരൂ കാണാം. ഈ ബുൾഡോസർ റേസിംഗ് കാറിന്റെ സ്പീഡിലാണല്ലോ പോകുന്നത്. സൂപ്പർ സ്പീഡോ വേഗം മാറിക്കോ. കീക്കോ, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എന്റെ എഞ്ചിൻ ഡാമേജ് ആയി പോയി. എനിക്കത് ശരിയാക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അല്ല സൂപ്പർ സ്പീഡോ, അങ്ങനെ തോറ്റോടുന്നത് തെറ്റാണ്. റോങ്ങിന്റെ മുമ്പിൽ ഒരിക്കലും റൈറ്റ് തോൽക്കരുത്. എന്റെ ദൈവമേ, ഇവനെ സൂപ്പർ സ്പീഡ് തരപ്പെടമാക്കുന്ന തോന്നുന്നത്. നമ്മുടെ കീക്കോ അതിന്റെ അകത്താണ് ഉള്ളത്. എനിക്കിപ്പോ ശരിക്കും പേടി തോന്നുന്നു. പക്ഷേ കീക്കോ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. ഒരു പക്ഷേ ഓൺവേർഡിൽ പറയണമെങ്കിൽ എക്സ്ട്രാർഡിനറി. കീക്കോ, എന്റെ എജക്ട് ബട്ടണും ഡാമേജ് ആയി പോയി. ഇപ്പൊ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ഡോർ ഓപ്പൺ ചെയ്ത് ചാടിക്കോ, അല്ലെങ്കിൽ അടുത്ത അറ്റാക്ക് നമ്മൾ രണ്ടുപേർക്കും. അല്ല സൂപ്പർ സ്പീഡോ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ടെസ്റ്റിന്റെ സമയമാണെന്ന് കരുതണം. എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. എന്റെ പേര് ബില്ല ബിൽഡർ. കീക്കോയും സൂപ്പർ സ്പീഡോയും എന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? ഇനി തട്ടിയെറിഞ്ഞ് അമ്മാനമാടുമ്പോൾ നിങ്ങൾ രണ്ടാളും കരഞ്ഞ് നിലവിളിക്കും. അത് നമുക്ക് കാണാം. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. എന്റെ ദൈവമേ, സൂപ്പർ സ്പീഡോയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ സൺസിറ്റിയുടെ രക്ഷകന്മാരെ, ബില്ല ബിൽഡറുടെ കൂടെ കളിച്ചാൽ ഇപ്പൊ എന്താവുമെന്ന് മനസ്സിലായില്ലേ? ബില്ല ബിൽഡർ എന്ന് സൺസിറ്റിയുടെ സ്റ്റാച്ചു തട്ടി തരിപ്പണമാക്കാൻ പോവുകയാണ്. എന്നിട്ട് അതേ സ്ഥലത്ത് ഞങ്ങൾ നിർമ്മിക്കും സ്റ്റാച്ചു ഓഫ് ബില്ല ബിൽഡർ. പിന്നെ ടോട്ടൽ സൺസിറ്റിയുടെ ബോസ് അദ്ദേഹമായിരിക്കും. ഇപ്പൊ ഞങ്ങൾ ബോസിന് സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. തിരിച്ചു വന്നിട്ട് ഡിസൈഡ് ചെയ്യാം നിങ്ങളെയൊക്കെ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കാം. വരൂ. എന്റെ ദൈവമേ, ആ മൊട്ടത്തലൻ സൺസെറ്റിന്റെ ബോസ് ആവുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. പക്ഷെ കൈ കെട്ടിയിരിക്കുകയാണല്ലോ. അവന്മാര് നമ്മളുടെ കേക്കയും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവന് കിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അവന് വാ തുറന്ന് സൂപ്പർ സ്പീഡോയെ വിളിക്കാനും പറ്റില്ല. 3 വേർഡ്സിൽ പറയണമെങ്കിൽ ഇനി എന്താ ചെയ്യാ? ടെമ്പോ അനന്റെ സ്പാനറോ? എന്നുവെച്ചാൽ ടെമ്പോ അനൻ ഇവിടെ എവിടെയോ ഉണ്ട്. അയ്യാ, ഞാൻ ആ ബില്ല ബിൽഡറിനെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തി. അവൻ ഞങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു.
ഞാൻ ആ മൊട്ടത്തലേന്റെ ടയർ പഞ്ചറാക്കാതെ വിടില്ല. അവനെ എടുത്തിട്ടൊന്ന് ശരിക്ക് പെരുമാറിയേ പറ്റൂ. ടെമ്പോ അണ്ണ, നിങ്ങൾ ട്വിങ്കിളിനെയും ഡോഡോയും വിളിച്ചോണ്ട് പോയിക്കോളൂ. ഞാനും സൂപ്പർ സ്പീഡോയും ആ ബില്ല ബിൽഡർ സ്റ്റാച്യു ഓഫ് സൺ സിറ്റി തകർക്കാൻ ശ്രമിക്കുന്നത് തടയണം. ഓക്കെ കിക്കോ, ഞാൻ ട്വിങ്കിളിനെയും ഡോഡോയും വിളിച്ചോണ്ട് പോവാം. ഇവരെ സേഫായ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ ആ ബില്ല ബിൽഡറിനെ രണ്ടിലൊന്നും നോക്കാതെ വിടില്ല. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലിന്റെ നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ബില്ല ബിൽഡർ സ്റ്റാച്യു ഓഫ് സൺ സിറ്റി തകർക്കാൻ പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് തടയണം. പക്ഷേ നീ വീണ്ടും പോരാടാൻ തയ്യാറാണോ? നീ ഓക്കെ ആണോ? ഞാൻ 100% ഓക്കെയാണ് ബഡി കീക്കോ. എന്റെ പേര് സൂപ്പർ സ്പീഡോ എന്നാണ്. സൺ സിറ്റിയെയും കീക്കോയും സംരക്ഷിക്കേണ്ടതാണ് എന്റെ ജോലി. സൺ സിറ്റിക്ക് വേണ്ടി എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. ബഡി കീക്കോ, ഞാൻ സെൽഫ് റിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മൾ എത്തുന്നതിന് മുൻപ് ഞാൻ എന്റെ സ്ട്രെങ്ത് റിക്കവർ ചെയ്യും. അത് വളരെ നല്ല കാര്യമാണ് സൂപ്പർ സ്പീഡോ. കാരണം ബില്ല ബിൽഡറിന്റെ കൂടെ പോരാടാൻ നമുക്ക് നമ്മുടെ ഫുൾ സ്ട്രെങ്തും യൂസ് ചെയ്യേണ്ടി വരും. ദാ പോകുന്നു കട്ടിപ്പട്ടി. നമ്മൾ അവർക്ക് മുമ്പേ സൺസിറ്റിയിൽ ചെന്നെത്തണം. ആ ചെറുക്കൻ എസ്കേപ്പായി ഓടുന്നത് കണ്ടില്ലേ? അവനെ തടഞ്ഞു നിർത്ത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അവനെ തട്ടിക്കളയാം. ഇവൻ നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ബില്ല ബിൽഡർ അറിഞ്ഞ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. ബോസ് നമ്മളെ കൊല്ലാതെ വിടില്ല. ബില്ല എന്നാണ് എന്റെ പേര്. ബില്ല ബിൽഡർ. സൺ സിറ്റിയിലെ ജനങ്ങൾ എന്നെ കണ്ട് വിറയ്ക്കും. സൺ സിറ്റിയിലെ സ്റ്റാച്ചു തല്ലിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. കഴിയുമെങ്കിൽ തടഞ്ഞോ. ഒന്ന് സമാധാനിക്കേ മോനെ ബില്ല. സ്റ്റാച്യു ഓഫ് സൺ സിറ്റിയെ വീട്ടേക്ക് മോനെ. ഇതെല്ലാം തട്ടിത്തരിപ്പണമാക്കിയിട്ട് നിനക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? സന്തോഷം. ഈ സ്റ്റാച്ചു നിങ്ങളുടെ അടയാളമല്ലേ? ആ അടയാളം ഞാൻ തല്ലി പൊളിച്ചിട്ട് അവിടെ ഞാൻ എന്റെ സ്റ്റാച്ചു നിർമ്മിക്കും. പിന്നെ നിങ്ങൾ എല്ലാരും സമ്മതിക്കും ഇത് സൺ സിറ്റി അല്ല, ബില്ല ബിൽഡേഴ്സ് സിറ്റി ആണെന്ന്. ഡ്യൂപ്ലിക്കേറ്റ് സിമന്റ് കൊണ്ടുണ്ടാക്കിയ സിറ്റി. മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് വഴിമാറ്. Super Speedo is my name. Saving Sun City is my aim. Kiko and Speedo together are the best. They put the enemy to the test. Zip zap, zoom zoom. Let's go, vroom vroom. Zip zap, zoom zoom. Let's go, vroom vroom. Let's go now and play his game and put Billa Builder to shame. Zip zap, zoom zoom. Let's go, Kiko, vroom vroom. അവനെ ഈ പാറക്കെട്ടിനകത്ത് വെച്ച് തന്നെ കുഴിച്ചു മൂടാം. ആ എത്ര മരങ്ങൾ, എത്ര പാറകൾ, എത്ര പോസ്റ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരുന്നത് ഇമ്പോസിബിൾ ആണ്. ബഡി കീക്കോ, ഇതിൽ നിന്നും ഞാൻ പുറത്തിറങ്ങാൻ എന്റെ ഫുൾ സ്ട്രെങ്തും ഉപയോഗിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല സൂപ്പർ സ്പീഡോ. നമ്മുടെ ഫുൾ സ്ട്രെങ്ത് സ്റ്റാച്യു ഓഫ് സൺ സിറ്റി തകരാതെ സൂക്ഷിക്കാൻ യൂസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത് ബഡി? ട്രിക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് പിന്നെ കിക്ക് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 777.
അവന്മാരാ പാറക്കെട്ടിനുള്ളിൽ ശരിക്കും കുടുങ്ങിപ്പോയി. ആ നമുക്ക് വേഗം ബോസിന്റെ അടുത്ത് പോയി ഈ സന്തോഷ വാർത്ത അറിയിക്കാം. പിന്നെ സ്റ്റാച്യു ഓഫ് സൺസിറ്റി തകർക്കുന്നതിൽ അദ്ദേഹത്തെ നമുക്കും സഹായിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സിമെന്റ് കൊണ്ട് സിറ്റി നിർമ്മിക്കും, ഒരുപാട് കാശുണ്ടാക്കും. അടുത്തതിന്റെ അവസാന ഹിറ്റാണ്. പിന്നെ നിങ്ങളുടെ സ്റ്റാച്ചുവും സൺസിറ്റിയും തകർന്ന് തരിപ്പണമാകും. ഇതിനെയാണ് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് സൂപ്പർ സ്പീഡോ. ആരുടെ കണ്ണിലും പെടാതെ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുകയും വേണം. ഇതാണ് എന്റെ അവസാനത്തെ അറ്റാക്ക്. പിന്നെ നിങ്ങളുടെ ഈ സ്റ്റാച്ചു 4 പീസായി മാറും. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ സ്റ്റോൺ ഉറപ്പിക്കും. സ്റ്റാച്ചു ഓഫ് ബില്ല ബിൽഡർ നിർമ്മിക്കും. പിന്നെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും ബോസായി മാറും. എടാ കൊച്ചനെ, നിനക്ക് ചാടി കളിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ? എന്നാ ശരി, ചാടിക്കോ ചാടിക്കോ, ചാട് ചാട്, ചാടി കളിക്കേ. സൂപ്പർ സ്പീഡോ, ഇനി നമ്മൾ ബിൽഡറിന് ഒട്ടും സമയം കൊടുക്കാൻ പാടില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ ആ മെറ്റൽ ബോൾ സ്റ്റാച്യൂവിൽ കൊണ്ടാൽ പിന്നെ സ്റ്റാച്യു തകർന്നു പോകും. ബഡി, ആ ബോൾ സ്ട്രോങ് മെറ്റൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു റോക്കറ്റ് കൊണ്ടും അത് തകർക്കാൻ പറ്റില്ല. അതെ, ഈ ബോളും ക്രെയിനിന്റെ ആമും വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന മെറ്റൽ സ്പ്രിംഗിൽ തീർച്ചയായും എവിടെയെങ്കിലും ഒരു വെൽഡിംഗ് പോയിന്റ് ഉണ്ടാവും. എനിക്ക് മനസ്സിലായി ബഡി, അത് തന്നെയാണ് അവന്റെ വീക്ക് പോയിന്റ്. ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഗുഡ് ജോബ് ബഡി. സൂപ്പർ സ്പീഡോ, ഹീറ്റ് റേസ് കൊണ്ട് ആ സ്ഥലം നമുക്ക് തകർക്കാൻ കഴിയും. റൈറ്റ് ബഡി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 32 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 32 ആക്ടിവേറ്റഡ്. ഇതാ വരുന്നു ചൂടായ ലേസർ റേസ്. ആ ഇരുമ്പ് ഭയങ്കര ചൂടാണ് കീക്കോ. ആ ചങ്ങല പൊട്ടിച്ചേക്ക്. എന്റെ പേര് ബില്ല എന്നാണ്. ബില്ല ബിൽഡർ. നിങ്ങൾ കുറെ നേരം കൊണ്ട് കളിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ ഫുൾ സ്പീഡിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിന്റെ ഈ സൂപ്പർ കാറ് ടോയ് കാറായി മാറും, നോക്കിക്കോ. അതിന്റെ കൂടെ നിങ്ങൾ ഈ കാണുന്ന സ്റ്റാച്ചുവും തവിട് പൊടിയാകും. ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ ചുറ്റുന്നത്. സ്പീഡ് ഫോഴ്സും വെയിറ്റും കൂടെ ഒന്നിച്ചു ചേർന്നാൽ ടുവേർഡ്സ് പറയണമെങ്കിൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ. റെഡിയാണോ സൂപ്പർ സ്പീഡോ? യെസ് ബഡി കീക്കോ. ഓ, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? എന്റെ ബോൾ എന്നെ നോക്കിയാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. ഓടിക്കോ, ഇല്ലെങ്കിൽ ബില്ല ചില്ല് ചില്ലായി മാറും. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. എന്റെ പേര് ബില്ല ബില്ല ബിൽഡർ. ബോൾ കൊണ്ട് സിമന്റ് പൊട്ടിക്കുന്നവനാണ് ഞാൻ. ദാ അത് കണ്ടോ, എന്റെ അസിസ്റ്റൻസ് കട്ടിയും പട്ടിയും ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി നിന്റെ കാര്യം പോക്കാണ്. ഈ കീക്കോയും സൂപ്പർ സ്പീഡോയും ഭയങ്കര സ്മാർട്ട് ആണല്ലോ. ആ അതെ, നമ്മൾ വിചാരിച്ചു അവന്മാര് പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിയെന്ന്. പക്ഷെ അവൻ ഇവിടെ എത്തിയിട്ട് ബില്ല ബിൽഡർ ബോസിനെ എടുത്തിട്ട് അമ്മാനമാടുകയാണ്. ഇപ്രാവശ്യം നമ്മൾ അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കരുത്. അറ്റാക്ക് പവർഫുൾ ആയിരിക്കണം. നീ ആ സൈഡ് വഴി പോ, ഞാൻ ഈ സൈഡ് വഴി പോവാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവന്മാരെ സാൻഡ്വിച്ച് ആക്കി കളയാം. ഇനി നമ്മൾ ഇവൻ എന്താണ് ചെയ്യേണ്ടത് ബഡി കീക്കോ? ശരിക്കും പറഞ്ഞാൽ അവൻ തന്നെയാണ് നമുക്ക് ഐഡിയ തന്നിരിക്കുന്നത്.
ഇപ്പൊ നമുക്കൊരു അല്പനേരം റെസ്റ്റ് എടുക്കാം സൂപ്പർ സ്പീഡോ. ഞാൻ റെഡിയാണ് ബഡി. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. എടാ മരം മണ്ടച്ചേര് മണ്ണുണ്ണി മൊട്ടത്തലിയ പൊണ്ണത്തടിയ, നിന്റെ കളി ഇതോടെ അവസാനിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലടാ. ചട്പട്ടങ്കൾ പറയുന്നത് എന്താണെന്നറിയോ? യു ആർ അണ്ടർ അറസ്റ്റ്. ഈഷ്, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ കണ്ണിന്റെ കൺമണികളാണ് നിങ്ങൾ. ഞാൻ സൺസിറ്റിയുടെ മേയർ. ഇപ്പോഴിതാ അനൗൺസ് ചെയ്യുന്നു, ഈ സ്റ്റാച്യൂയുടെ റിപ്പയറിംഗ് നമ്മൾ എല്ലാവരും ചേർന്ന് തന്നെ ചെയ്യാം. പിന്നെ അടുത്ത 6 മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് വേണ്ടി പുത്തൻ പുതിയ കൾച്ചറൽ സെന്റർ തീർച്ചയായും നമുക്ക് നിർവഹിക്കാം. മേയർ അങ്കിൾ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അത് വീണ്ടും നിർമ്മിക്കാം. കിട്ടുന്നതൊക്കെ ഇതുപോലെ എടുത്തിട്ട് പന്താടും. ടോട്ടൽ സൺസിറ്റിയും പറയും, സർ ലൂഡോയെ വാഴ്ത്തി പാടും. അയ്യടാ, നിന്നെ പോലുള്ള ഒരുത്തൻ ഒരിക്കലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടെമ്പോ അണ്ണൻ ഒരിക്കലും തെറ്റായ കാര്യത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. 4 റോക്കറ്റിനെ സൺസിറ്റിയെ ടാർഗറ്റ് ചെയ്ത് വല്ലാതെ ടെൻഷൻ ആകുന്നു. ഇനി എന്ത് സംഭവിക്കും? പക്ഷെ ടെമ്പോ അണ്ണൻ ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല. ചിപ്പ് റെഡിയായി, ഉടനെ തന്നെ ഇതങ്ങ് ഫിക്സ് ചെയ്തേക്കാം. കീക്കോയെ വിളിച്ച് കാര്യം പറയാം. ആരും വന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് സാധിച്ചു. എത്രയും പെട്ടെന്ന് കീക്കോയെ വിളിച്ചേക്കാം. ഹലോ കീക്കോ, ഇത് ഞാനാ, ടെമ്പോ അണ്ണൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നീ എന്റെ ഗരാജിലേക്ക് വന്നേക്ക്. അയ്യോ, ഹലോ ടെമ്പോ അണ്ണ, ഹലോ ഹലോ. കീക്കോ, എന്തിനാ നീ ഇത്ര വേഗത്തിൽ ഓടുന്നത്? കാരണം ഒരു ഒറ്റ വാക്കിൽ പറയേ. ടെമ്പോ അണ്ണൻ എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ടെന്ന്. പക്ഷെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫോൺ ഡ്രോപ്പ് ചെയ്തു. എന്താന്നാ മനസ്സിലാവാതെ. ഞങ്ങൾ നിന്റെ കൂടെ അങ്ങ് വന്നേക്കാം. പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. റോൾ നമ്പർ 20, ഒരു കാര്യം പറയൂ. എല്ലാരും പ്രധാനപ്പെട്ട കാര്യം പറയാൻ കീക്കോയെ മാത്രം എന്തിനാ വിളിക്കുന്നത്? ടോണി ബോസിനെ എന്താ വിളിക്കാത്തത്? റോൾ നമ്പർ 4, എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായെന്നാ തോന്നുന്നത്. എന്ത് മനസ്സിലാകാൻ പറയുന്നേ? കാറിന്റെ ടയേഴ്സ് ട്യൂബ്ലെസ് ആണ്. നമ്മുടെ ടോണി ബോസ് ശരിക്കും യൂസ്ലെസ് ആണ്. എന്നെ നോക്കി യൂസ്ലെസ് എന്ന് പറയുന്നോടാ? ഇപ്പൊ പറടാ, ടോണി ബോസിന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. ടെമ്പോ അണ്ണനെ കാണുന്നില്ലല്ലോ. ഇത് ടോപ്പ് സീക്രട്ട് ആണെന്ന് പറഞ്ഞു. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. പിന്നെ ടെമ്പോ അണ്ണനെയും ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. ടെമ്പോ അണ്ണൻ എന്തോ അപകടത്തിൽ കുടുങ്ങിയെന്നാ തോന്നുന്നേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ.
ഇത് ടെമ്പോണിന്റെ വോയിസ് ആണല്ലോ. കീക്കോ, എന്നെ രക്ഷിക്കൂ. പക്ഷെ എന്റെ ദൈവമേ, ആ രണ്ട് കാറും വേറെ വേറെ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്. ടെമ്പോ ആണെങ്കിൽ ഇതിൽ ഏത് കാറിലാ ഉള്ളത്? ട്വിങ്കിൾ ഡോഡോ, നിങ്ങൾ വേഗം ചെന്ന് മേയർ അങ്കിൾ പിന്നെ ഡിറ്റക്റ്റീവ് ജട്ട്പട്ടിനെയും ഇൻഫോം ചെയ്യേ. അതിനിടയ്ക്ക് ഞാനും സൂപ്പർ സ്പീഡോയും കൂടി ആ കാറിനെ ഫോളോ ചെയ്ത് ടെമ്പോണിനെ രക്ഷിക്കാം. ഓക്കേ കീക്കോ. ഡോഡോ, ഒരു ഒറ്റ വാക്ക്, റൺ. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആ കാറിൽ ടെമ്പോണിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ടെമ്പോ അണ്ണായി ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അവനെ തവിടുപൊടിയാക്കും. ടെമ്പോ അണ്ണ നമ്മുടെ ഫ്രണ്ടാണ്. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തവരെ നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. Black card, now you've gone way too far. Tempo Anna is our friend, your evil plans need to end. You should really leave now, cause we're about to lash out. Let go of Anna now or we will have to take you down. ഏതൊരു ബുള്ളറ്റും സൂപ്പർ സ്പീഡോയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ പവർ എന്താണെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, ആ കാറിനകത്ത് ടെമ്പോണ്ണനുണ്ട്. കാറിന് എന്തെങ്കിലും പറ്റിയാൽ അദ്ദേഹത്തിനും അത് പ്രശ്നമായി മാറും. നമുക്കിപ്പോ വേറെ റൂട്ടിൽ പോവാം. കീക്കോ, വേഗം എന്നെ ഒന്ന് രക്ഷിക്ക്. ഇവന്മാർ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ശെടാ, കാറിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. കീക്കോ, എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്ക്. എന്നെ രക്ഷിക്കൂ. ടെമ്പോ അണ്ണന്റെ വോയിസ് സ്പീക്കറിൽ കൂടെയാണല്ലോ കേൾക്കുന്നത്. സൂപ്പർ സ്പീഡോ, നമ്മളെ അവര് പറ്റിച്ചു. ശരിക്കും പറഞ്ഞാൽ ടെമ്പോ അണ്ണൻ യെല്ലോ കാറിലാണുള്ളത്. ടെമ്പോ അണ്ണയെ കിഡ്നാപ്പ് ചെയ്തെന്നോ? സൺസിറ്റിയിൽ ഇനി തേടി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എവിടെ നോക്കിയിട്ടും ഒരു ട്രേസ് പോലും നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ചട്പട്ട് സാർ പറയുന്നത് സൺ സിറ്റിയുടെ മൂല മുടുക്ക് വരെ ചെക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. എല്ലായിടത്തും തെരഞ്ഞു, പക്ഷെ ടെമ്പോ എണ്ണൻ എവിടെയുമില്ല. കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ആ കാർ ഡ്രൈവർലെസ് ആണ്. എന്ന് വെച്ചാൽ ആരോ വളരെ ദൂരത്ത് നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. ആ സിഗ്നൽ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഐഡിയ കൊള്ളാം, പക്ഷേ നമുക്കതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് കണ്ടെത്താൻ ആരെ കൊണ്ട് പറ്റും? സാർ സൂപ്പർനോഡോയ്ക്ക് ജയ്. വരൂ ടെമ്പോ അണ്ണ, വെൽക്കം. നിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? സർ ലൂഡോ കയ്യിൽ കിട്ടുന്നതൊക്കെ ഇതുപോലെ എടുത്തിട്ട് പന്താടും. ടോട്ടൽ സൺസിറ്റിയും പറയും സർ ലൂഡോയെ വാഴ്ത്തി പാടും. അയ്യടാ, നിന്നെ പോലുള്ള ഒരുത്തൻ ഒരിക്കലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടെമ്പോ അണ്ണൻ ഒരിക്കലും തെറ്റായ കാര്യത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. 4 റോക്കറ്റിനെ സൺസിറ്റിയെ ടാർഗറ്റ് ചെയ്ത് വിട്ടയക്കണം. സൺസിറ്റി മൊത്തം നശിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്?
പിന്നെ ഈ റിമോട്ടിൽ 2 ചിപ്പ് മാത്രം ഫിക്സ് ചെയ്യാനുണ്ട്. അതൊക്കെ നിന്നെ പോലെ ടാലന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റൂ. മെഷീൻസിനെ പോലും നീ കുട്ടികളെ പോലെ സ്നേഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ആ ചിപ്പുകൾ നീ തന്നെ ഫിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ പറയുന്നത് ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ. സൂപ്പർ സ്പീഡോ, ആ കാറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിഗ്നൽ എവിടുന്നാ വരുന്നെന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ കീക്കോ. ഈ സ്ഥലത്തു നിന്നാണ് ആ കാർ എത്തിയിരിക്കുന്നത്, അതായത് സൺ സിറ്റി. ആ ക്രിമിനൽ എത്ര ബ്രില്യന്റ് ആണെങ്കിലും എവിടെ പോയി പതുങ്ങിയിരുന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. അടിച്ചവനെ ബിരിയാണി പോലെയാക്കി മാറ്റും ഈ ചട്ട്പട്ട് സാർ പറഞ്ഞു വരുന്നത്, ഒരു തവണ ആ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഉടനെ തന്നെ ചട്ട്പട്ട് സാർ അവിടെ ചെന്ന് കിഡ്നാപ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യും. ടെമ്പോ അണ്ണനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടെത്തിക്കും. ഫട്ടാഫട്ട്. സിഗ്നൽ എവിടുന്നാ വരുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അതൊരു ലോൺലി ഐലൻഡ് ആണല്ലോ. അവിടെ ആരും തന്നെ താമസിക്കുന്നില്ലല്ലോ. പറഞ്ഞതുപോലെ സിഗ്നൽ ലോൺലി ഐലൻഡിൽ നിന്നാ വരുന്നത്. പക്ഷെ അവിടെ ആരാണുള്ളത്? ടെമ്പോ അണ്ണനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? എന്തായിരിക്കും അതിന് കാരണം? ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ സർ ലൂഡോ ലോൺലി ഐലൻഡിൽ താമസം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ മേയർ സാർ, ക്രാക്ക് ഓപ്പറേഷൻ. പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു അറ്റാക്ക് നടത്താം. കൊള്ളാം, നല്ല ഐഡിയ തന്നെയാണ്. അറ്റാക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്ത് അറ്റാക്ക് ചെയ്യണമെന്നോ? അങ്ങനെ അവൻ സർ ലൂഡോ ആണെങ്കിൽ ഈ നിൽക്കുന്നത് ഞാൻ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടാണ്. അവരെ കണ്ടെത്തി 4 തട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ കുടുങ്ങിപ്പോയ പാമ്പിനെ പോലെയായിരിക്കും. കലക്കി സാർ, കലക്കി. ഞാൻ ആ ഡയലോഗ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ ടെമ്പോ അണ്ണ ഇപ്പൊ അയാളുടെ കസ്റ്റഡിയിലാണ്. കാര്യം സാധിക്കാൻ വേണ്ടി അവർ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. എനിക്ക് തോന്നുന്നത് ഞാനും സൂപ്പർ സ്പീഡോയും അവിടെ ചെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ട്രൈ ചെയ്യണമെന്നാ തോന്നുന്നേ. നീ ഒരു ധീരനാണ് കീക്കോ, പക്ഷെ നീ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ കുട്ടികളെ അപകട മിഷനിലേക്ക് അയക്കാൻ പറ്റില്ല. അവിടെ ഞങ്ങളുടെ കമാൻഡോസ് പിന്നെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടും ചെല്ലും. കൊള്ളാം, ഐഡിയ കൊള്ളാം. ഇവിടെ ജോലികളൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങോട്ട് പോകുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാനൊരു ടാങ്കിനെ എടുത്തിട്ട് ചവിട്ടി നശിപ്പിച്ചു. അതേന്നെ, ഒരു പക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് ഇപ്പോൾ അടികൊള്ളട്ടെ. മേയർ സാർ വീണ്ടും പറഞ്ഞതൊരു കള്ളമാണെന്നാ തോന്നുന്നത്. ഞാൻ അതും നോട്ട് ചെയ്തേക്കാം. അല്ല, ഇത് നമ്മുടെ ടെമ്പോ അണ്ണനല്ലേ? അണ്ണാ നിൽക്കൂ. നിൽക്കൂ ടെമ്പോ അണ്ണാ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിൽക്കൂ, അങ്ങോട്ട് പോകരുത്. ടെമ്പോ അണ്ണ വലിയ അപകടത്തിലാണ്. ഇത്തരമൊരു കണ്ടീഷനിൽ എനിക്ക് സ്വൈര്യമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഉടനെ ചെന്ന് ടെമ്പോ അണ്ണനെ രക്ഷിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കീക്കോ, നീ ടെമ്പോ അണ്ണ അങ്ങളെ രക്ഷിക്കാൻ പോകുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഒപ്പം ഞങ്ങളും വരാൻ തയ്യാറായിട്ട് എത്തിയത്. വേണ്ട ട്വിങ്കിൾ, അത് വലിയ അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളും വന്നത്. അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടുകാരൻ ഞങ്ങൾ തനിച്ച് പറഞ്ഞു വിടില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് ചേർന്നത് ഫേസ് ചെയ്യാം. 3 വേർഡ്സിൽ പറഞ്ഞാൽ നമ്മള് എല്ലാരും ഒരു ടീമാണ്. ടീം എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ഈ ക്രീം ഒന്ന് കഴിച്ചോട്ടെ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പെപ്പർ സ്പ്രേ കൈവശം വെച്ചിട്ടുണ്ട്. ഞാനും ഒരു സാധനം വെച്ചിട്ടുണ്ട്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ടെമ്പോ അണ്ണനെ നമുക്ക് ആ ലോൺലി ഐലൻഡിൽ നിന്നും രക്ഷിച്ചേ പറ്റൂ. മിഷൻ റെസ്ക്യൂ ടെമ്പോ അണ്ണ. ഓക്കേ ബഡി കീക്കോ. രണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ മുമ്പിലുള്ളത് ഇപ്പോൾ 2 വഴികൾ മാത്രമാണ്. ഒന്ന്, റോക്കറ്റിന്റെ ചിപ്പ് റെഡിയാക്കൂ, അല്ലെങ്കിൽ ഈ ലോകത്തോട് ബൈ ബൈ പറഞ്ഞേക്ക്. ടെമ്പോ അണ്ണൻ എന്റെ കുട്ടികളുടെ മേലെ സത്യം ചെയ്യാണ്. പി സുജാതയുടെ മേലെ സത്യം ചെയ്യുന്നു. ആർ വിജയുടെ മേലിൽ പ്രോമിസ്. പി ശ്വേതയുടെ മേലെ സത്യം. ടെമ്പോ അണ്ണൻ മരിച്ചു പോകും. പക്ഷെ തെറ്റായ ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല.
ആണോ? അതാണോ നിന്റെ തീരുമാനം? എന്നാൽ ശരി, ഒരു പ്രാവശ്യം എന്റെ കൂടെ മേളിലോട്ട് വന്ന് നോക്ക്. ഒരു പക്ഷേ നിന്റെ തീരുമാനം മാറാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് ഗോ. അയാളെ വിളിച്ചോണ്ട് വാ. ഇവരാണ് എന്റെ കുട്ടികൾ. അയ്യോ എന്റെ അമ്മയെ, ഇത്ര വലിയ റോക്കറ്റ്സോ? നീ എന്റെ ഈ കുട്ടികൾക്ക് വേണ്ടി വെറും 2 ചിപ്സ് റെഡിയാക്കി എന്റെ ഈ കുട്ടികൾക്ക് ജീവൻ നൽകിയേക്കണം. അത് നടക്കില്ല. ഇത്രയ്ക്ക് ഫാസ്റ്റോ? ഞാനൊരല്പം ഫാസ്റ്റ് ചിപ്സ് കഴിച്ചോട്ടെ. സൺറൈസിന് മുൻപ് നമുക്ക് ആ ലോൺലി ഐലൻഡിൽ ചെന്നെത്തണം. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കോ. സമ്മതിക്ക്, അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? നിന്റെ പ്രിയപ്പെട്ട കാറുകളെ ബോംബ് വെച്ച് തകർക്കും. എന്നാലും ഞാൻ ചെയ്യില്ലടാ. ഈ ഐലാൻഡിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കേട്ട് മനസ്സിലാക്കിയോ അതുപോലെ തന്നെയാ ഉള്ളത്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ആരുമില്ല, ഒരനക്കവുമില്ല. പക്ഷെ സിഗ്നൽ ഇവിടെ നിന്നാണ് വന്നത്. എന്നുവെച്ചാൽ സർ ലൂഡോ തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഉണ്ടെന്നർത്ഥം. സൂപ്പർ സ്പീഡോ, ഈ ഐലൻഡിനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്. ഓക്കേ ഡ്യൂഡ്, ഉടനെ ചെയ്യാം. ഇത് കണ്ടോ? സ്കാനിങ്ങിൽ ഒരു കാര്യം ഞാൻ കണ്ടു. ആ കാണുന്ന സ്ഥലത്ത് അവന്റെ പ്രത്യേക ഗാർഡ്സ് നിൽപ്പുണ്ട്. ഇത്ര വലിയൊരു കോട്ട, തീർച്ചയായിട്ടും അത് സർ ലൂഡോയുടേതായിരിക്കും. എന്ന് വെച്ചാൽ ടെമ്പോ അണ്ണയും അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നതല്ലേ? അതെ, വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ആ, അത് വളരെയധികം സൂക്ഷിച്ചു വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. ഞാനിതൊന്ന് കഴിച്ചോട്ടെ. നിനക്ക് ചോദിക്കുന്ന കാശ് ഞാൻ തരാം. സമ്മതിക്ക്. ടെമ്പോ അണ്ണന് കാശിനോട് അത്യാഗ്രഹമില്ല. വേണ്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം സമ്മതിച്ചോ, അല്ലെങ്കിൽ പിന്നെ. അല്ലെങ്കിൽ എന്താടാ? എടാ ചെറുക്ക, ആരാടാ നീ? നീ എങ്ങനെ ഇവിടെ വന്നു? ദൈവമേ, നിങ്ങൾക്ക് ഞാനിത് കാണിക്കാൻ വന്നതാ. എന്തോന്ന്? 2 words, pepper spray. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഡോഡോയ്ക്കും ട്വിങ്കിളിനും അത് അപകടമായി മാറും. ഈ ഗാർഡ്സ് അവരെ തീർച്ചയായിട്ടും സർ ലൂഡോയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരല്പം കാത്തിരുന്നേ പറ്റൂ. എന്നിട്ട് അവിടെ ചെന്ന് ചാൻസ് നോക്കി കളി തുടങ്ങണം. ഈ എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എന്നെ അങ്ങ് വിട്ടേക്ക്. എന്തിനാണോ താൻ ഇത്ര ധൃതി കൂട്ടുന്നത്? കളി ഇപ്പൊ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. സർ ലൂഡോ ഇപ്പൊ ഇതെടുത്ത് എറിയാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയും സർ ലൂഡോയെ കണ്ട് ഞെട്ടും. കൊള്ളാം, 3 വന്നിരിക്കുന്നത്. 3ന്റെ അർത്ഥം. അയ്യോ, ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നത്? ഇപ്പൊ നീ ആ ചിപ്പ് റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ ടെമ്പോ അണ്ണാ, പിന്നെ സർ ലൂഡോ ഇതേപോലെ വലിച്ചെറിയും. അതിനുശേഷം ഈ കുട്ടികൾക്കായിരിക്കും സർ ലൂഡോയുടെ ശിക്ഷ കിട്ടാൻ പോകുന്നത്. ഓ ദൈവം, കുട്ടികൾ ഒന്നും ചെയ്യരുത്. ഞാൻ ആ ചിപ്പ് ഉണ്ടാക്കി തന്നേക്കാം. 6, കളി തുടങ്ങട്ടെ. അവിടെ എന്തോ ശബ്ദം കേട്ടു. വേഗം വരൂ, എല്ലാവരും വരൂ. വരൂ വരൂ, വേഗം വരൂ, വേഗം വരൂ.
ഒരു ചിപ്പ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അടുത്തത് എത്രയും പെട്ടെന്ന് തയ്യാറാകും. അതിനുശേഷം എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാതെ അങ്ങ് വിട്ടേക്കണം. ചിപ്പ് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാനൊരൽപ്പം ചിപ്സ് കഴിച്ചോട്ടെ. ടെമ്പോ അണ്ണ, നിങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ടോട്ടൽ സൺസിറ്റി അപകടത്തിൽപ്പെടുത്തിയിരിക്കുക. ഇതല്ലാതെ അണ്ണന്റെ കൈവശം ഒരു വഴിയും ഇല്ല മക്കളെ. രണ്ടാമത്തെ ചിപ്പ് റെഡിയാക്കാൻ 2 ദിവസമെങ്കിലും ആകും. എന്നാ പിന്നെ അതിനുശേഷം നിങ്ങളൊന്നും വിഷമിക്കണ്ട. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ കീക്കോടെ കൂടെ ആയിരിക്കും വന്നത്, അല്ലേ? അതെ, നമുക്കും സൺസിറ്റിക്കും ഒന്നും സംഭവിക്കാൻ കീക്കോ സമ്മതിക്കില്ല. അവനുള്ളത് വരെ നമ്മൾക്ക് വേണ്ടത് അതൊരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹോപ്പ്. എടാ ചെറുക്ക, അവിടെ നിൽക്കടാ. ഡോണ്ട് വറി, രണ്ടാമത്തെ ചിപ്പും അതിൽ ഫിക്സ് ചെയ്യുന്നത് വരെ ആ റിമോട്ട് വർക്കാവില്ല. സർ ലൂഡോ ഇപ്പോൾ വീണ്ടും എടുത്തെറിയാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയും സർ ലൂഡോയെ കണ്ട് ഞെട്ടും. കണ്ടോ, 2 വന്നിരിക്കുന്നു. പക്ഷേ ഇതിൽ ചിപ്പ് ഒന്നല്ലേ ഉള്ളൂ. ചിപ്പ് ഒന്നല്ല, 2 എനിക്കൊരൊറ്റ ചിപ്പിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഗാരേജിലുള്ള ചിപ്പാണല്ലോ. ആ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എന്റെ ഈ എല്ലാ റോക്കറ്റ്സും അറ്റാക്ക് ചെയ്യാൻ തയ്യാറാണ്. സൺസിറ്റിയെ ഞാൻ നശിപ്പിക്കും. നിന്റെ ജോലി ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. ഗാഡ്സ്, എന്റെ വഴിയിൽ നിന്നും മേവന്മാരെ തട്ടിത്തെറിപ്പിച്ചേക്ക്. സമയത്തിന് തന്നെ എത്തിക്കഴിഞ്ഞു. അയ്യോ സർ ലൂഡോ, ഇനി നിന്റെ കാര്യം പോക്ക. നിങ്ങൾ ടെമ്പോ അണ്ണനെയും ട്വിങ്കിളിനെയും ഡോഡോയും കിഡ്നാപ്പ് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സറണ്ടർ ആവണം. എന്റെ ഈ ലൂഡോ ലാൻഡിൽ വന്നിട്ട് സർ ലൂഡോയോട് സറണ്ടർ ആകാൻ പറയുന്നു. എന്റെ ഈ ലേസർ ലൈറ്റ് ഏതൊരു ശക്തിമാനെയും തട്ടിത്തെറിപ്പിക്കും. ആ ലേസർ ഭയങ്കര പവർഫുൾ ആണ്. അത് നമ്മുടെ ദേഹത്ത് വീണാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യോ, വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സർ ലൂഡോ സൺസിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അയാളെ തടയണം. ഓക്കേ ബഡി. സർ ലൂഡോ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. 4 കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ 4 റോക്കറ്റ്സും സൺസിറ്റിയെ തകർത്ത് തവിട് പൊടിയാക്കാൻ പോകുന്നു എന്നർത്ഥം. എന്റെ ദൈവമേ, ഇനി സൺസിറ്റിയെ രക്ഷിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ്. എന്ത് വില കൊടുത്താലും നമുക്ക് സൺസിറ്റി നശിക്കാൻ സമ്മതിക്കരുത്. ഫോർമുല നമ്പർ 999 ആക്ടിവേറ്റ് ചെയ്യൂ. സൂപ്പർ സ്പീഡോ ബോട്ടിൽ നിന്ന് സീ പ്ലെയിനായി മാറിക്കഴിഞ്ഞു. ഒറ്റയടിക്ക് 4 റോക്കറ്റിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും സൂപ്പർ സ്പീഡോ? ട്രിക്ക് ചില സ്ഥലത്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അവിടെ നമ്മൾ കിക്ക് യൂസ് ചെയ്യരുത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ട്രിക്കും കിക്കും രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യണം. താങ്ക് യു കിക്കോ, നിങ്ങൾ കുട്ടികളാണെങ്കിലും മഹാസാഹസികന്മാരാ.
ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൺസിറ്റിയെ ഞാൻ തലകീഴായി മാറ്റാൻ പോവുകയാണ്. എടുത്തിട്ട് തട്ടിക്കളിക്കും, അമ്മാനമാടും. ഇപ്പൊ നമ്മളുടെ പിഗി ബാങ്കിലുള്ള പൈസ നമുക്ക് ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം. വൺ വേർഡിൽ പറയുകയാണെങ്കിൽ സേവിങ്സ്. സേവിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വന്നത്, ഞാൻ ഈ സേവ് പൂരി ഒന്ന് കഴിച്ചോട്ടെ. ടോണി ബാസ്, നമ്മളിപ്പോ എന്തിനാ ഇവിടെ ബാങ്കിൽ വന്നിരിക്കുന്നത്? പൈസ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസയെങ്കിലും വേണം. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലും ഇല്ലല്ലോ. വളരെ വലുതാണ് നമ്മളുടെ ഈ രാജ്യം, പക്ഷേ ടോണി ബോസ് എന്നും പൂജ്യം. ഇപ്പൊ പറയടാ, ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താകും? ആ എന്നാ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ട്വിങ്കിളും ഡോഡോയും വെച്ചിരിക്കുന്ന കാശ് കാണാതെ പോകണം. ആ കാശ് വെച്ച് നമുക്ക് ഐസ്ക്രീമും പിസ്സയും ധാരാളം കഴിക്കാം. അവരുടെ ബാഗിൽ ഒരുപാട് പൈസ ഉണ്ടാവുന്ന തോന്നുന്നേ. ടോണി ബോസിന്റെ ഐഡിയ എല്ലാം വളരെ ടോപ്പാണ്, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പാണ്. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൗണ്ട് വേവ്സ് വെച്ച് ഞാൻ എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യും, എന്നിട്ട് അടിച്ചു മാറ്റി പോവും. വെരി നൈസ്. തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. ഹാൻഡ്സ് അപ്പ്. ഞാനിപ്പോ വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഒറ്റക്കാലിൽ തുള്ളിച്ചാടി കളിക്കാൻ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നത്. ഒറ്റക്കാലിൽ ചാടി കളിക്കുന്ന മുമ്പ് ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. എന്താ നമുക്ക് പറ്റിയത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഒറ്റക്കാലിൽ ഇങ്ങനെ തുള്ളിക്കളിക്കാൻ എന്തുകൊണ്ടാ എല്ലാവർക്കും തോന്നിയത്? വരൂ, എല്ലാവർക്കും തുള്ളിച്ചാടി ഡാൻസ് കളിക്കാം. സിൻസ് 1986. കൊള്ളാം, എല്ലാവരും തുള്ളിച്ചാടി കളിക്കുകയാണല്ലേ. വെൽക്കം സാർ. നിങ്ങളും ഇതുപോലെ കളിക്കാൻ വന്നതാണോ? അല്ലല്ലല്ലല്ലല്ലല്ലല്ല, എനിക്ക് ബാങ്ക് കൊള്ളയടിക്കണം. ഓക്കെ സാർ, എല്ലാ താക്കോലും ഞാൻ എന്റെ ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സേഫ് ഓപ്പൺ ചെയ്യാനുള്ള നമ്പർ 420-9211. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് താങ്ക് യു പറഞ്ഞേ പറ്റൂ. എന്നാൽ പറയട്ടെ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സാറേ. ബാങ്ക് ഓഫ് സൺ സിറ്റി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കാത്തിരിക്കുകയാണ് സിൻസ് 1986. സാറേ, 1 മിനിറ്റ് നിൽക്കൂ. സാറേ, നിങ്ങൾ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കാതെ മറന്നു പോവുകയാണല്ലോ. നീ എനിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് തരാൻ വന്നതാണോ? താങ്ക് യു. യു ആർ വെൽക്കം സർ. പ്ലീസ് വിസിറ്റ് അഗൈൻ. ബാങ്ക് ഓഫ് സൺ സിറ്റി നിങ്ങളുടെ സേവനത്തിനായി കാത്തിരിക്കുകയാണ് സിൻസ് 1986 സർ. ചേടാ, ബാങ്ക് ആരോ കൊള്ളയടിച്ചു സിൻസ് 1986. ട്വിങ്കിൾ പറഞ്ഞത് ശരിയാണ്. ഞാനും എന്റെ സേവിംഗ് അക്കൗണ്ട് SB ബാങ്കിൽ തുടങ്ങുന്നതാണ് നല്ലത്. ഇനി പിഗി ബാങ്ക് വേണ്ട. R7ന്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ അടുത്തെവിടെയോ അപകടമുണ്ട്. എന്തായിരിക്കും സംഭവിച്ചത്? അടുത്ത അപകടമൊന്നും കാണുന്നില്ലല്ലോ. ബാങ്ക് മൊത്തം ഞാൻ കൊള്ളയടിച്ചു കഴിഞ്ഞു. എല്ലാം തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. ഇത്ര വേഗത്തിൽ ഓടുന്ന ഒരു ചക്കനോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ. എന്റെ പേര് കീക്കോ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ബാങ്കിലെ പൈസ ഇങ്ങനെ കൊള്ളയടിക്കുന്ന കാര്യം തെറ്റാണ്. ആണോ?
ഇങ്ങനെ എന്റെ പിന്നാലെ ഓടുന്നതും വളരെ റോങ് ആണ് മോനെ. ഔ, എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇയാള് തന്റെ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹായ് സൂപ്പർ സ്പീഡോ. ഹൂട്ടർ ഷൂട്ടർ തന്റെ സൗണ്ട് വേവ്സ് കൊണ്ട് എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ബാങ്ക് കൊള്ളയടിച്ച് പോവുകയാണ്. നമുക്ക് അയാളെ പിടിച്ച് പൈസ മുഴുവനും തിരിച്ച് ബാങ്കിൽ ഏൽപ്പിക്കാം. ഓക്കേ ബഡി കീക്കോ. ഔ, എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ആ കൊച്ചു ചെക്കന് ഇതുവരെ എന്റെ സൗണ്ട് വേവ്സിന്റെ പവർ എന്താണെന്ന് അറിയില്ല. ഔ, തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. എന്റെ സൗണ്ട് വേവ്സിന്റെ പവർ എന്താണെന്ന് ഇപ്പൊ ഇവന്മാര് മനസ്സിലാക്കും. ഇപ്പോൾ ഡിസ്ട്രോയ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇയാളുടെ സൗണ്ട് വേവ്സ് വളരെ പവർഫുൾ ആണ്. പോലീസ് ജീപ്പിനെ പോലും ടോയ്സിനെ പോലെ വലിച്ചെറിയാണ്. നമുക്ക് അവനെ തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവൻ വീണ്ടും പല പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇവൻ എന്താണ് കരുതിയത്? എന്റെ സൗണ്ട് വേവ്സിന്റെ ബീം ബാക്ക് സൈഡിൽ വർക്കാവില്ലെന്നാണോ? ഓ, ഇത് എല്ലാ ഡയറക്ഷനിലും വർക്കൗട്ട് ആകും. തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. സൂപ്പർ സ്പീഡോ, നിന്റെ സൂപ്പർ സ്പീഡ് യൂസ് ചെയ്ത് ഹൂട്ടറിനെ ഫോളോ ചെയ്യേ, അല്ലെങ്കിൽ അയാൾ എസ്കേപ്പ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഹൂട്ടർ വന്ന് സൺസിറ്റിയിലെ ബാങ്ക് കൊള്ളയടിച്ചെന്നോ? എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ പിടികൂടിയാനേ. ലൈല, അതേന്നെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഏലിയൻസും ഇതുപോലെ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് ഈ എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എർത്തിൽ നിന്നും പറന്ന് പുറത്തേക്ക് പോയി. എന്റെ തോളിൽ എർത്തിനെ ചുമന്ന് നടന്നു. എന്നിട്ട് എർത്തിനെ വലിച്ചെറിഞ്ഞ് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അവരുടെ സൗണ്ട് വേവ്സിനെ ഞാൻ ഡിസ്ട്രോയ് ചെയ്തു. എന്തിനാ ഈ കള്ളക്കഥകളൊക്കെ പറയുന്നത് മേയർ സാറേ? അത് കള്ളക്കഥയൊന്നുമല്ല, സത്യമാണ്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ജനൽ വഴി ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ബോൾ വന്ന് എന്റെ തലയിൽ വീഴട്ടെ. അപ്പൊ അത് കള്ളക്കഥ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം ഹൂട്ടർ ഷൂട്ടറിനെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ്. സാറ് പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായല്ലോ. ഹൂട്ടറിന്റെ സൗണ്ട് വേവ്സ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സാറ് ചോദിക്കുന്നേ. നീ അത്രയ്ക്കായോ? ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നീ ക്രോസ് ചെയ്തെത്തിയല്ലേ? നോ പ്രോബ്ലം. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അവൻ ഇപ്പോൾ പറക്കാൻ തുടങ്ങും. ഔ, തകിടം മറിഞ്ഞു, തലകീഴായി മാറി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 183 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. ഈ ചെക്കൻ കളി പഠിച്ചവനാണെന്ന് തോന്നുന്നു. എടാ കൊച്ചനെ, നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ജോളി ആയിട്ടിരിക്കാൻ പഠിക്കേ. അവരുടെ കൂടെ ഒന്ന് ചിരിക്ക്, ചേർന്ന് കളിക്ക്, മ്യൂസിക് ഡാൻസ്, ആനന്ദമായി പാടി കളിക്ക്, ചാടി കളിക്ക്. അതല്ലെങ്കിൽ ഞാൻ എന്റെ ഹിപ്നോട്ടിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് നിനക്കത് പഠിപ്പിച്ചു തരാം. ഔ. എല്ലാരും
എല്ലാവരും ഇപ്പോൾ എന്റെ സൗണ്ട് വേവ്സിന്റെ കൺട്രോളിലാകും. അതിനു മുമ്പ് ഞാൻ ഒരുപാട് ദൂരെ കടന്നു ചെല്ലും. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. അയാളുടെ ഹിപ്നോട്ടിക് വേവ്സ് കാരണം എല്ലാവരും ഡാൻസ് ചെയ്യാണല്ലോ. ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ ഞാനും നമ്പർ 1 ആണ്. നീ ഇതെന്തായി ചെയ്യുന്നത് സൂപ്പർ സ്പീഡോ? ഇത് കളിക്കാനുള്ള സമയമല്ല. സോറി ബഡി, അതെന്താന്ന് വെച്ചാൽ മ്യൂസിക് കേട്ടാൽ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു പോകും. ഐ ആം എ മ്യൂസിക് ലവർ, യു നോ. ഐ നോ. ജയിച്ചതിനു ശേഷം നമ്മളൊരു പാട്ട് പാടുന്നത് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ മിസ്റ്റർ ഹൂട്ടറിനെ പിടിച്ചതിന് ശേഷം. ഓക്കെ ബഡി കീക്കോ, എന്നാൽ ഞാൻ റെഡി. ഹൂട്ടർ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. എനിക്ക് അവനെ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. വേഗം തിരിച്ചു പോ സൂപ്പർ സ്പീഡോ. ഏതായാലും മിസ്റ്റർ ഹൂട്ടറിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മളും ചില പ്ലാനിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് എല്ലാവരെയും ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് അടിച്ചു മാറ്റും ടോം സീക്രട്ട്. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. നമ്മളുടെ സെക്യൂരിറ്റി ആളുകൾ എല്ലാവരും കയ്യിൽ തോക്ക് പിടിച്ച് ദാണ്ടിയ ഡാൻസ് കളിക്കുകയാണല്ലോ. എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സൺസിറ്റിയുടെ ടോപ്പ് സീക്രട്ട് ഫയൽ അടിച്ചു മാറ്റി പോകും. പക്ഷെ നിങ്ങൾ എല്ലാവരും ദാണ്ടിയ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ കീക്കോയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ കീക്കോ ഇപ്പോ എവിടെയാണുള്ളത്? ശരിക്കും ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നു. മമ്മി, ഇനി കളി മതിയാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഇനി സൺസിറ്റിയെ ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. നാളെ ഒരു പക്ഷേ സൗണ്ട് വേവ്സിന്റെ പവർ തീരുമ്പോൾ സൺസിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും എന്നെ തേടി വന്നിട്ട് എന്റെ മുന്നിൽ സറണ്ടർ ആവുന്നതായിരിക്കും. വരൂ, ബോക്സിംഗ് മാച്ച് തുടങ്ങട്ടെ. ഇനി ക്ലോസ് ഫ്രണ്ട്സ് പോലും തമ്മിൽ തല്ലുന്നതായിരിക്കും. ബൈ ബൈ സൺസിറ്റി. ഞാൻ നിങ്ങളുടെ ജീവിതം തലകീഴായി മാറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്നേക്കുമായി ഇതുപോലെ നിർത്താതെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കും. തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. കീക്കോ, നമ്മൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? നിന്റെ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. നമ്മൾ ആ ഹൂട്ടർ ഷൂട്ടറിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം. അവൻ എന്താണ് സംഭവിച്ചെന്നൊന്നും മനസ്സിലാവരുത്. സൗണ്ട് വേവ് ഷൂട്ട് ചെയ്യാൻ പോലും അവന് ചാൻസ് കൊടുക്കരുത്. നീ വളരെ സ്മാർട്ടാണ് കീക്കോ, പക്ഷേ ഞാൻ ഓവർ സ്മാർട്ടാണ്. എന്റെ സൗണ്ടിനെ തോൽപ്പിക്കാനുള്ള ശക്തി ഈ പ്രപഞ്ചത്തിൽ പോലും ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. സൂപ്പർ സ്പീഡോ, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. അവന്റെ കയ്യിലുള്ളത് ബാങ്കിലെ പൈസ മാത്രമല്ല, സൺസിറ്റിയുടെ ടോപ്പ് സീക്രട്ട് പേപ്പേഴ്സും ഉണ്ട്. Hooda, hooda, watch your back.
cause we're coming to attack. His hooter is causing chaos. Let's go show him who is the boss. Hooter, hooter, watch your back. അവന്റെ സൗണ്ട് വേവ്സ് വളരെ സ്ട്രോങ് ആണ് കിക്കോ. എനിക്ക് അവന്റെ അടുത്ത് എത്താൻ പോലും പറ്റില്ലെന്ന് തോന്നുന്നു. ബഡി കിക്കോ, പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യൂ. ആ സൗണ്ട് വേവ്സ് വളരെ ഡേഞ്ചറസ് ആണ്. ഹൂട്ടർ ഷൂട്ടറിന്റെ പവർ മൊത്തം ഇരിക്കുന്നത് അവന്റെ കാറിലാണ്. നമ്മൾ അവന്റെ കാറിലുള്ള ഹൂട്ടറിനെയും ഷൂട്ടറിനെയും ഡിസ്ട്രോയ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ചെയ്യും? എനിക്ക് അവന്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റുന്നില്ല. ഞാൻ ഫുൾ സ്പീഡിൽ പോയിട്ടും അവന്റെ പവർ വേവ്സ് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി കിക്കോ. Watch your back, cause we're coming to attack. Hooter, you're not gonna get too far. We are coming to save all the cars. Hooter, hooter, watch your back, cause we're coming to attack. Now it's time to test our fate. Kiko, kick him out the game. പാവം ചെക്കൻ പേടിച്ചോടിപ്പോയെന്നാണ് തോന്നുന്നത്. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഹൂട്ടറിന്റെ കാറിന് പാരലൽ ആയിട്ട് ടണൽ റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കെ. ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഓക്കേ ബഡി. സൂപ്പർ സ്പീഡോ, മിസ്റ്റർ ഹൂട്ടർ നമ്മുടെ മുകളിലുണ്ട്. എന്തോ ചെയ്യേണ്ടെന്ന് നിനക്കറിയാലോ? ഓഫ് കോഴ്സ് കിക്കോ. ഞാൻ അവന്റെ റൈറ്റ് സൈഡ് ഹൂട്ടറിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ അവൻ പിൻവാങ്ങിയതല്ല, പതുങ്ങിയിരുന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ നോ പ്രോബ്ലം, മിസ്റ്റർ ഹൂട്ടറിന്റെ ഒരു ഹൂട്ടർ മാത്രമാണ് പൊട്ടിപ്പോയത്. ഷടാ, അവൻ വീണ്ടും റോഡിനടിയിൽ പോയിക്കളഞ്ഞല്ലോ. പെട്ടെന്ന് ഏത് വഴി പുറത്തു വരുമെന്ന് പറയാനും പറ്റില്ല. ഇനി ഞാനും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. ഇനി ആ കാറിനെ അല്ല നശിപ്പിക്കേണ്ടത്, ആ ഡ്രൈവറിനെ വേണം നശിപ്പിക്കാൻ. അവനെ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ പിന്നെ ആ കാർ ഈസി ആയിട്ട് എന്റെ കൺട്രോളിൽ വന്നെത്തിച്ചേരും. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. എന്റെ സൗണ്ട് വേവ്സ് നിന്റെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്തു തുടങ്ങും. സൂപ്പർ സ്പീഡോയ്ക്ക് കാർ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്ക്. സൂപ്പർ സ്പീഡോ, തിരിച്ചു പോ. സൂപ്പർ സ്പീഡോയോട് പറയേ, നിന്റെ പെർമിഷൻ ഒന്നുമില്ലാതെ അവൻ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. സൂപ്പർ സ്പീഡോ, എന്റെ പെർമിഷൻ ഇല്ലാതെ നീ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. ഓക്കേ ബഡി കിക്കോ. ഇപ്പോ ആ കാറിനെ കൺട്രോൾ ചെയ്യുന്നവൻ എന്റെ കൺട്രോളിലാണ്. സംഗതി കൊള്ളാം. നീ ഒന്ന് ഡാൻസ് കളിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനി ഞാൻ വളരെ റിലാക്സ് ആയിട്ട് നിങ്ങളെ കുറച്ച് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്റെ കോൺസെൻട്രേറ്റ് സൗണ്ട് വേവ്സ് കാരണം മൈൻഡ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തതായി ഞാൻ സൂപ്പർ സ്പീഡോയെ എന്റെ സ്ട്രോങ് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് നശിപ്പിക്കും. അതിനുശേഷം സൺസിറ്റിയിൽ ചെന്ന് വീണ്ടും ഞാൻ കൊള്ളയടിക്കും. അതും നിന്റെ കൺമുമ്പിൽ വെച്ചായിരിക്കും കിക്കോ.
അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി നിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് വർക്കൗട്ട് ആകാത്തത്? ട്രിക്ക് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഹൂട്ട. ഞാൻ എന്റെ കാതിൽ ഇയർ പ്ലഗ് ഫിക്സ് ചെയ്തിരുന്നു. സോ നിങ്ങളുടെ ഫ്രീക്വൻസി എന്റെ അടുത്തേക്ക് വരില്ല. എന്ന് വെച്ചാൽ നീ എന്റെ സൗണ്ട് വേവ്സ് കാരണം ഹിപ്നോട്ടൈസ് ആയതുപോലെ അഭിനയിക്കുകയായിരുന്നു. അതെ മിസ്റ്റർ ഹൂട്ട, സൂപ്പർ സ്പീഡോയുടെ സൗണ്ട് അല്ലാതെ മറ്റെല്ലാ നോയ്സും ഈ ഇയർഫോൺ ബ്ലോക്ക് ചെയ്തു. സൗണ്ട് ഫ്രീക്വൻസി എന്റെ ചെവി വഴി അകത്തേക്ക് പോയാലല്ലേ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അതെന്റെ ചെവിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ബ്രെയിനിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ചക്ക. ഇതെന്താ പറ്റിയത്? നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഏറ്റുമുട്ടുന്നത്? മേയർ സാറേ, എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോ ഞാൻ കമ്പനി തരികയായിരുന്നു. എടാ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം വീണ്ടും ചാടിയാൽ ചട്ടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? ചട്പട്ട് അങ്കിൾ പറഞ്ഞത് ഷോർട്ടാക്കി പറഞ്ഞാൽ യു ആർ അണ്ടർ അറസ്റ്റ്, റൈറ്റ് അല്ലേ അങ്കിൾ? വളരെ ശരിയാണ് മോനെ, കലക്കി. ഇതാ മേയർ അങ്കിൾ, സൺ സിറ്റിയുടെ ടോപ്പ് സീക്രട്ട് ഫയൽ. ഇപ്പോഴും ടോപ്പ് സീക്രട്ട് ആയിട്ട് തന്നെ ഉണ്ട്. കൊള്ളാം. താങ്ക് യു സൂപ്പർ സ്പീഡോ ആൻഡ് കീക്കോ. വീണ്ടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സൺ സിറ്റിയെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. 2 വാട്സിൽ പറയണമെങ്കിൽ ജയിച്ചു കഴിഞ്ഞു.